സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് കൊല്ലത്താണ്. നമ്മൾ കൊല്ലത്ത് നിന്ന് ഒരു ഭയങ്കര ട്രെയിൻ ജേർണി പോകാം കേട്ടോ. അതായത് ഭയങ്കര ഒരു എന്താ പറയുക മോസ്റ്റ് സീനിക് ആയിട്ടുള്ളൊരു ജേർണിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കൊല്ലം ചെങ്കോട്ടയിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൊല്ലം താമര എക്സ്പ്രസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു 12 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 3 മണി റേഞ്ചിൽ അവിടെ ചെങ്കോട്ടയിൽ എത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ്റെ വെളിയിലുള്ളത്, നമുക്ക് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാം. ഇവിടെ നിലവിൽ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ റെനോവേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ബിൽഡിംഗ് മൊത്തം പൊളിച്ചിട്ടേക്കാണ്. വർക്കൊക്കെ തീരുമ്പോഴത്തേക്ക് അടിപൊളിയാവും സ്റ്റേഷൻ. ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ ആൾക്കാർ തിരക്ക് കുറവാണ് പൊതുവെ ഇന്നത്തെ ദിവസം. ഇപ്പോൾ അറൈവൽ ഡിപ്പാർച്ചർ ബോർഡൊക്കെ ഇവിടെയുണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ തിരക്ക് കുറവുള്ള ദിവസമാണ്. ഫ്രണ്ടിൽ ATM ഒക്കെ ഉണ്ട്. ഇപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ഇനി ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ വരുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ. കൊല്ലം ജംഗ്ഷൻ ടു ചെങ്കോട്ട സെക്കൻഡ് എക്സ്പ്രസ് 94 കിലോമീറ്റർ ഉണ്ട്. 50 രൂപയായിട്ടോ. ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള നിലവിലെ എൻട്രൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയപ്പോൾ തന്നെ എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണത്. അതിൻ്റെ ഒരു ലോക്കോ WP7 റോയൽ ഷെഡിൻ്റെ ആയിരുന്നു കേട്ടോ. എന്താ കിടക്കുന്ന മെമ്മോ ഉണ്ടല്ലോ, 16 കാർ മെമ്മോ ആണത്. അത് RCF കപൂർത്തലയിൽ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം താമ്പരത്ത് നിന്ന് കമ്മീഷൻ ചെയ്ത് വണ്ടി കൊല്ലത്തേക്ക് വന്ന വാർത്തയെ കണ്ടില്ലായിരുന്നോ? അപ്പോൾ ഇത് 1A പ്ലാറ്റ്ഫോമാണ്. അത് ആ കിടന്ന മെമ്മോ കാർ ഷെഡാണ്. ഈ കിടക്കുന്ന റേക്കുണ്ട് നമ്മുടെ വണ്ടി. കൊല്ലം താമ്പരം, കൊല്ലം ചെന്നൈ മുറന്നാണ് നെയിം ബോർഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലത്തെ ജനറലി കയറാം. അപ്പോൾ അങ്ങോട്ടേക്ക് കോച്ചിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. AC കോച്ചിനോട് ആരാണ്ട് മാലയൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ, എന്താണോ? ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ ജനറൽ കോച്ചിൽ നമുക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കാം. വണ്ടി ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ കോച്ചിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള കോച്ചാണ്. പക്ഷെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. പഴയ ടൈപ്പ് സ്വിച്ചൊക്കെ ആയിട്ട് വരുന്നത് കണ്ടില്ലേ, പഴയ ടൈപ്പ്. ഇപ്പം വണ്ടി ഇതാണ് വണ്ടിയുടെ അവസ്ഥ. കുഴപ്പമൊന്നുമില്ല. നേരത്തെ കൊല്ലം താമ്പരം എന്ന് പറഞ്ഞില്ലേ, അത് വേറെ ട്രെയിൻ ആപ്പ് നോക്കിയിട്ടാണ് കൊല്ലം താമ്പരം എന്ന് പറഞ്ഞത്. അപ്പോൾ കൊല്ലം ചെന്നൈ പറഞ്ഞ ബോർഡ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാറ് നോക്കി ബുക്ക് ചെയ്യാം കേട്ടോ. ചിലതാണ് മാറി മറിഞ്ഞൊക്കെ എന്താ പറയുക, ടെർമിനേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് എവിടെ പോയി ടെർമിനേറ്റ് ചെയ്തെങ്കിൽ പിടുത്തില്ല. അതിനകത്ത് താമ്പരത്തിൽ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലത് മോറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ RCFിൻ്റെ മെമ്മോ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്ന് വിസിബിൾ ആവും. നേരത്തെ കുറച്ചേ കാണാൻ പറ്റുള്ളായിരുന്നു. ഷെഡിനകത്ത് കിടക്കുമല്ലായിരുന്നോ? കേരളം പൊതുവെ മഴയാണ്. അപ്പോൾ നമ്മുടെ റൂട്ടും എന്താ പറയുക, മഴയുടെ ഒരു അന്തരീക്ഷം കൂടുന്തോറും നമ്മുടെ റൂട്ട് ഭയങ്കര മനോഹരമാവട്ടെ. അത്ര മനോഹരം കിട്ടുന്ന റൂട്ടാണ്. ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ കിട്ടത്തില്ല വണ്ടിയിൽ. അപ്പോൾ എന്തായാലും പോയി മേടിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. 2 സമൂസ മേടിച്ചിട്ട് ഞാൻ കടയിൽ നിന്ന്. ഇതിന് 25 രൂപയായി. ഇനി നമുക്ക് കോച്ചിൻ്റെ ഭാഗത്തേക്ക് പോവാം. സമയം 10 മണി ആയിട്ടുള്ളൂ. ഇനി ഒരു 2 മണിക്കൂറോടെ നമ്മുടെ വണ്ടി പുറപ്പെടാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ കയറിയ കോച്ചിൽ നമുക്ക് സീറ്റ് പിടിക്കാം. അല്ലെങ്കിൽ ജനറൽ ഫുള്ളാണ് ഉടനെ. കാരണം ഇത് ഡെയിലി ഓടുന്ന വണ്ടിയാണ്. അതിന് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ കോച്ച് കോമ്പൻസേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ വണ്ടിക്ക് 2 ജനറൽ, മുമ്പിലും ബാക്കിലും വീതം ഓരോ ജനറൽ വീതമുണ്ട്. 10 സ്ലീപ്പർ, 2 AC 3 ടയർ, 1 AC 2 ടയർ. അപ്പോൾ സ്ലീപ്പർ കൂടുതലുള്ള വണ്ടിയാണ് ഇത്. കൊല്ലം ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഈ 2 ജനറൽ വീതം ഉണ്ട് കേട്ടോ. ഭയങ്കര പോസ്റ്റാട്ടോടെ. സമയം ഇപ്പോൾ 10:45 ഉള്ളൂ. വണ്ടി ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ കോച്ചിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക. ക്ലീനിങ് കഴിഞ്ഞിട്ട് കോച്ചിൽ കയറാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇവിടെ കോച്ചിൽ പോയി സീറ്റ് പിടിക്കാം. കാരണം എന്താ അറിയുക, കുറച്ച് ഇവിടെ നിന്നിട്ട് ശരിയാവില്ല. കാരണം ജനറൽ ചിലപ്പോൾ പെട്ടെന്ന് ഫുള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഭാഗത്ത് ഇരിക്കാം. ഈ കോച്ചിൽ നമുക്ക് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് റൈറ്റ് സൈഡിൽ ഇരുന്നതിൻ്റെ കൂടുതൽ നല്ല കാഴ്ച കാണാൻ പറ്റും. ഇതുപോലത്തെ സോളോ സീറ്റൊക്കെ അപ്പുറത്താണുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും നോക്കി നല്ലൊരു വ്യൂ കിട്ടുന്ന ഭാഗത്ത് ഇരിക്കാം. അല്ലെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ സോളോ സീറ്റ് കിട്ടിയ കാര്യമുള്ളൂ റൈറ്റ് സൈഡിൽ. കാരണം നമുക്ക് ഒരു വിൻഡോ സൈഡ് തന്നെ കിട്ടി. ബാക്ക് വെച്ച് സീറ്റ് പിടിച്ചു. എന്തായാലും വണ്ടിയിൽ ഇപ്പോഴും ആരും കയറിയിട്ടില്ല. നമ്മളാട്ടോ ഫസ്റ്റ് ഈ കോച്ചിൽ കയറിയത്. ഞാനവിടെ ബാഗ് വെച്ച് സീറ്റ് പിടിച്ചു. കാരണം എന്താ അറിയോ, ഇതിന് ജനറൽ പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ സമയം 11:15 കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ കോച്ച് ഓപ്പണായി കിട്ടിയിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് സീറ്റ് പിടിക്കുകയായി. വിൻഡോ സൈഡ് തന്നെ കിട്ടി. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബാക്കി കാഴ്ചകൾ നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മഴ കുറഞ്ഞോട്ടോ. നേരത്തെ അത്യാവശ്യം പൊടിമഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലോക്കോ ഒരു WP4 റോഡ് ഷെഡിൻ്റെയാണ്. 22371 എന്ന നമ്പർ.
ഈ വണ്ടിക്ക് എപ്പോഴും ഈ ലോക്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് ലോക്കോ നോക്കാനായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കോച്ചിലിട്ട് പോവാം. WP4 ആണ് ലോക്കോ. ഈ റോഡ് ഷെഡിൻ്റെയാണ് കേട്ടോ. 22371. വണ്ടി പുറപ്പെടാൻ ഒരു 10 മിനിറ്റ് മുള്ളൂ. നമ്മുടെ കോച്ചിൽ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും വണ്ടി പുറപ്പെടാൻ 10 മിനിറ്റോടെ ഉണ്ട്. നീട്ടിയൊരു ഹോൺ അടിച്ച് നമ്മുടെ ലോക്കോ പൈലറ്റ് ചേട്ടനവിടുന്ന് വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. കൃത്യം 12 മണിക്ക് തന്നെ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കൊല്ലം ചെന്നൈ മോർ എക്സ്പ്രസ്. അപ്പോൾ ഈ കാണുന്ന ലൈൻ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, അത് എറണാകുളം പോകുന്ന ലൈനാണ്. അത് കായംകുളം ജംഗ്ഷൻ ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ആലപ്പുഴ വഴിയും കോട്ടയം വഴി എറണാകുളം പോകുന്ന ലൈനാണ് കേട്ടോ കാണുന്നത്. നമ്മളിപ്പോൾ കിളിക്കൊല്ലൂർ എന്നുള്ള സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. അങ്ങനെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായ കുണ്ടറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം കുണ്ടറയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത സ്റ്റോപ്പ് കൊട്ടാരക്കര. എനിക്കാണ് വിശന്നിട്ട് പോയി. അപ്പം ഞാൻ സ്റ്റേഷനിൽ നിന്ന് മേടിച്ച് സമൂസ കഴിക്കുന്നു വെച്ച് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് കഴിച്ച് നോക്കാം. സംഭവം കൊള്ളാം കേട്ടോ. അടിപൊളി സാധനമാണ്. ഒരു രക്ഷയില്ല. കിടിലൻ ടേസ്റ്റ്. അങ്ങനത്തെ ഫില്ലിങ്സൊക്കെ ഉണ്ടല്ലോ. ഉള്ളിയുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. കിടിലൻ സാധനം. ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടിയിൽ പൊതുവെ തിരക്ക് കുറവാണ് കേട്ടോ. നോക്കി കോച്ചിലൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മുടെ കോച്ചിൽ പൊതുവെ തിരക്ക് കുറവാണ്. അതൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട്. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ വണ്ടിയിൽ കയറാനായിട്ട്. നോക്കി ഈ ആൾ മൊത്തം സ്ലീപ്പറിലും ജനറലിലൊക്കെ കയറും ഉറപ്പാണ്. നമ്മളെ ഏറ്റവും ഫ്രണ്ടിലത്തെ ജനറൽ കോച്ചിലല്ലേ ഉള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മുന്നിൽ കൊണ്ട് ചവിട്ടത്തുള്ളൂ. ഞാൻ ഈ റൂട്ടിൽ ആദ്യമാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പയ്യെ നോക്കിയേ ആ ഭാഗത്തൊക്കെ പച്ചപ്പ ഫുള്ള്. അങ്ങനെ നമ്മൾ ആവണീശ്വരം എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ഭാഗത്തുനിന്ന് ആരുമില്ല. പ്ലാറ്റ്ഫോം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റ് ആട്ടോ സ്റ്റോപ്പുള്ളത്. പച്ചപ്പൊക്കെ ഇങ്ങനെ പയ്യെ കണ്ടു തുടങ്ങി. എന്തായാലേ ഓരോരുത്തരുടെ കൃഷിയിടങ്ങളുണ്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. വാഴയുണ്ട്. ആ ഭാഗത്ത് കാണുന്ന റബ്ബറാണ് നോക്കി. ഇവിടെ റബ്ബർ കൃഷി കൂടുതൽ ഈ ഭാഗത്ത്. അങ്ങനെ നമ്മൾ ഓൺ ടൈമിൽ പുനലൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ബാങ്കർ ഓടിപ്പിക്കട്ടോ. ഈ കിടക്കുന്ന ബാങ്കറാണ് WDP4D ഗോൾഡൻ റോക്ക് ഷെഡിനെയാണ്ടത് പുനലൂർ. അത് വലിയൊരു മെയിൻ സ്റ്റേഷനാണ് ഈ റൂട്ടിലെ. കാരണം ബാങ്കറൊക്കെ അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ കിടക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വണ്ടിക്ക് പിടിപ്പിക്കാനാവും, അറിയില്ല. അതൊരു പൂനെ ഷെഡിൻ്റെ WDP4D കേട്ടോ. പുനലൂർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പുനലൂർ തൂക്കുപാലം നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു തൂക്കുപാലമാണത്. ആ ഭാഗത്തു നിന്നൊരു സ്തൂപം പോലൊരു സാധനം കണ്ടില്ലേ? അതെന്തായാലും കൊള്ളാം, അടിപൊളിയാണ് കാണാനായിട്ട്. ഇതാ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നോക്കി ഇവിടെ നോക്കിയാൽ നമ്മുടെ വണ്ടി ഫുള്ളാവും. ആ റൈറ്റ് സൈഡിൽ എന്തോ കൺസ്ട്രക്ഷനൊക്കെ എന്തോ നടക്കുന്നുണ്ട്. സമയം ഏകദേശം 12:55. നോക്കിയ തിരക്ക് നോക്കി നിങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ് അവിടെ നിന്ന്. ഇവിടെ 5 മിനിറ്റ് വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ഈ റൂട്ടിൽ നിങ്ങൾ ഫുഡ് എന്തെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുനലൂരിൽ നിന്ന് മേടിക്കണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്കോട്ട എത്തുന്നവരൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് കാണുന്ന സ്റ്റാളിൽ നിന്ന് മേടിക്കാം. അങ്ങനെ ബാങ്കറൊക്കെ പിടിപ്പിച്ച് കൃത്യം 1 മണിക്ക് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ഈ റൂട്ടിലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുവരെ കണ്ട സത്യം പറഞ്ഞാൽ കാഴ്ചകൾ ഭംഗിയുണ്ടെങ്കിലും ഇനി ഇതിൻ്റെ 10 മടങ്ങ് ഭംഗിയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പോകുന്നതേ ഉള്ളൂ. പുനലൂരിൽ നമ്മളിങ്ങനെ മന്ദം പുറപ്പെട്ടിരിക്കുകയാണ്.
പുനലൂർ ടൗണാണ് കാണുന്നത്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എന്തായാലും കൊള്ളാം, നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം മുന്നോട്ട്. കല്ലടയാറാട്ടെ കാണുന്നത്. നമുക്ക് പാരലായിട്ടൊരു പാലവും കാണാം. അത് കൊല്ലം തെങ്കാശി റോഡാണ് അത് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, മഴക്കാറുണ്ട്. മുന്നോട്ടേക്ക് മഴ ഉണ്ടാവുമെന്നൊക്കെ തോന്നുന്നു, എനിക്കറിയത്തില്ല. അതിലും കൊള്ളാം, നല്ല ആംബിയൻസ് ആണ്. ഇവിടെ നോക്കി നിങ്ങൾ, സിറ്റി ആണെങ്കിലും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇപ്പോൾ പുനലൂര്. അപ്പോൾ അവിടെ നിന്ന് പയ്യെ ഗാർഡ് സെക്ഷൻ ആരംഭിക്കും കേട്ടോ. അപ്പോൾ അവിടെ ദൂരെ നോക്കിയേ മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗാർഡ് സെക്ഷനിൽ ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 km/h ആയിരിക്കും. നിങ്ങൾ നോക്കിയ കാഴ്ച നോക്കി, നിങ്ങൾ പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക. അയ്യോ, നല്ല ഫ്രെയിമല്ലേ നോക്കിയേ ഗൈസ്. കൃഷിയുണ്ട്, റബ്ബറും ഉണ്ട്, വാഴയുണ്ട്. അപ്പോൾ അതവിടെ നോക്കി, അവിടെ ഒരു വീട് നോക്കി കാണാം, നല്ല രീതിയിൽ കിട്ടും കേട്ടോ. നോക്കിയേ ആ ഒരു ഫ്രെയിം നോക്കി നിങ്ങൾ. അയ്യോ, വിഷയം ഫ്രെയിം, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതവിടെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിങ്ങനെ പയ്യെ പയ്യെ കയറ്റമൊക്കെ കയറി ഇങ്ങനെ പോവുകയാണ് മുന്നോട്ടേക്ക്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് തെന്മലയിലാണ്. അപ്പോൾ ഞാൻ ഈ കൊല്ലം ചെങ്കോട്ട റൂട്ടിനെ പറ്റി പറയാൻ, ഈ റൂട്ട് നിലവിൽ വന്നത് 1904 ഇത് പണിത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് പണിതവരൊന്നും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, കാരണം വളവും തിരിവും തുരങ്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ. ഇപ്പോൾ ടെക്നോളജി ഒന്നും അധികം ഡെവലപ്പ് ആവാത്തൊരു കാലത്താണ് ഈ റൂട്ട് നിലവിൽ വന്നത്, അത് പണിത്. അപ്പോൾ അന്നത്തെ ആ ഒരു എഞ്ചിനീയർമാരെയൊക്കെ നമ്മൾ അവരുടെ ഒരു കഴിവിനെ നമ്മൾ സമ്മതിച്ചേ മതിയാകത്തുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ ഇടമൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, ചെറിയൊരു സ്റ്റേഷനാണ്. ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സ്റ്റേഷനൊക്കെ കാണാൻ ഉദ്ദേശിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പയ്യാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഈ റൂട്ട്. അപ്പോൾ അത് നമ്മൾ ട്രെയിനിന് ചെറിയൊരു വളവെടുത്ത് ഇങ്ങനെ പയ്യെ പയ്യെ കയറ്റമൊക്കെ കയറി പോവാണ്. ഭയങ്കര ആംബിയൻസ് ആട്ടോ. നിങ്ങൾ നോക്കിയാൽ നല്ല താഴ്ച ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റമൊക്കെ കയറി ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. ആ ഭാഗത്ത് മലനിരകൾ നോക്കി, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ എന്താ പറയുക, നല്ല സെറ്റ് ക്ലൈമറ്റ് ആട്ടോ ഈ റൂട്ടിൽ. ഇപ്പം നിലവിൽ മൺസൂണല്ലേ, നല്ല കാഴ്ചകൾ കാണാം. മഴയുണ്ടായിരുന്നെങ്കിൽ പാറകളുടെ മേടിക്കൂടെ വെള്ളം വരുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മൂടി കെട്ടിയ അന്തരീക്ഷം മാത്രമേ ഉള്ളൂ, മഴയൊന്നുമില്ല. പച്ചപ്പാണ് സത്യം പറഞ്ഞ റൂട്ടിലെ മെയിനായിട്ട്, ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളവും തിരിവും കയറ്റങ്ങളുള്ള റൂട്ടാണത്. അപ്പോൾ ട്രെയിനും ചെറിയൊരു വളവെടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫ്രെയിമിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ തണുപ്പ് നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്, കാരണം നമ്മൾ ഹൈ റേഞ്ചിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അല്ല, ഇവിടെ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് സത്യം പറഞ്ഞാൽ. മലനിരകളുടെ ഭംഗി നോക്കിയാൽ നല്ല കോടയുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നമുക്കൊരു പാലം കാണാം. നമ്മളിങ്ങനെ വലിയൊരു കർവ് എടുത്തോട്ടെ, ഈ റൂട്ടിൽ ഏറ്റവും വലിയൊരു കർവാണ് ആ കാണാൻ പോകുന്നത്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോവും. അയ്യോ, നല്ല ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ ട്രെയിനിന് വലിയൊരു കൊടും വളവെടുത്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഈ റൂട്ടിൽ ആദ്യത്തെ തുരങ്കത്തിലേക്ക് ഇത് പ്രവേശിക്കാൻ പോവുകയാണ്.
ഭംഗി നോക്കി നിങ്ങൾ ട്രെയിനിനൊരു വളവെടുത്ത് പോകണം. സൈഡിലൊരു മലനിരകൾ കാണാൻ പറ്റും. പച്ചപ്പും മലനിരകളും നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഭാഗത്തിപ്പോൾ. നമ്മൾ പോകുന്നത് പശ്ചിമഘട്ടത്തിന് പാരലായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ ഭംഗിയാട്ടോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന് നല്ല ഭംഗിയും നല്ല വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നോക്കിയേ, ഇപ്പോൾ ഒരു ചെറിയൊരു പാലം ക്രോസ് ചെയ്തിട്ട് അവിടെ വണ്ടി പോകണം. എൻ്റെ താഴ്ചയിൽ നോക്കിയ ഭാഗത്തേക്ക് ആ ഭാഗത്തെ കാഴ്ച ഉണ്ടോ, അടിപൊളി കേട്ടോ. ട്രെയിൻ ആ കുടുംബളവ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നോട്ടേക്ക് നമുക്ക് ഇനി നല്ല കാഴ്ചകൾ പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല കിടിലൻ റൂട്ടായിരിക്കും. ഈ റൂട്ട് എന്നാലും ഇഷ്ടപ്പെട്ടു. ഇപ്പം നേരത്തെ കണ്ട ആ പാലമില്ല, ആ ദൂരെ കണ്ട പാലം, അത് നമ്മളിതങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല താഴ്ചയാട്ടോ അങ്ങോട്ടൊക്കെ. നോക്കിയേ, ട്രെയിൻ ഇങ്ങനെ ചെറിയൊരു വളവെടുത്ത് ഇങ്ങനെ പോവുകയാണ്. ആ മല കണ്ടോ, അയ്യോ അത് ഭംഗി നോക്കി കാണാനായിട്ട്. അയ്യോ സെറ്റ് ഫ്രെയിം കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ഫ്രെയിം. നമ്മൾ പശ്ചിമഘട്ടമാണ് കാണുന്നത്. ആ കാണുന്നതൊക്കെ പശ്ചിമഘട്ടമാണ്. നമ്മളിങ്ങനെ കയറ്റം കയറി ഇങ്ങനെ പോവുകയാണ് മുന്നോട്ടേക്ക്. ഒറ്റക്കൽ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഇത് ചെറിയ ആൾട്ട് സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ആരുമില്ല. നോക്കിയേ, ഇപ്പോൾ സ്റ്റേഷൻ ഇങ്ങനെ പയ്യെ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നല്ല കാഴ്ചകൾ കാണാം കേട്ടോ നമുക്ക്. ഈ കാണുന്നത് കണ്ടോ, നല്ല അടിപൊളി പച്ചപ്പ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദൂരെ നിങ്ങൾക്ക് മലനിരകൾ കാണാം. ഇതവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ, ഒരു മണ്ണൊക്കെ ഇങ്ങനെ വെട്ടി അങ്ങനെ നിരപ്പാക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ. നോക്കി ആ മലനിരകളുടെ ഭംഗി നിങ്ങൾ കണ്ടോ, ഒന്നും പറയാനില്ല. പറഞ്ഞാൽ എന്തായാലും ഭംഗി ഇങ്ങനെ കൂടി കൂടി വരികയാണ് സത്യം പറഞ്ഞാൽ ഈ റൂട്ടിലിങ്ങനെ നമ്മൾ പോകും തോറും. നമ്മളങ്ങനെ വീണ്ടും തുരങ്കത്തിൽ കയറി ഗൈസ്. അയ്യോ മൊത്തം ഇരുട്ടൊന്നും കാണാൻ വയ്യ. എന്താല്ലേ, ഈ റൂട്ടിൽ ഇതുപോലത്തെ കുറേ തുരങ്കങ്ങളുണ്ട് കേട്ടോ. ഇനിയുണ്ട് തുരങ്കങ്ങൾ. എന്നാ ഫ്രെയിമാണ് നോക്കിയത്. ട്രെയിൻ വളഞ്ഞു പോകുന്ന ദൂരത്തെ പച്ചപ്പും. അയ്യോ അടിപൊളി കാഴ്ചകളാട്ടോ ഈ റൂട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. അത് മൺസൂണിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ തെന്മല എത്തും കേട്ടോ. അപ്പോൾ ഇതുവരെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. ആ ഭാഗത്ത് ചെറിയ മുതൽ കോട കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആ തെന്മല എത്തിയിരിക്കുകയാണ് കേട്ടോ. തെന്മല റെയിൽവേ സ്റ്റേഷനാണത്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഈ തെന്മല ഭയങ്കര സംഭവമുണ്ടോ കൊല്ലം ജില്ലയിലല്ല കേരളത്തിലെ. തെന്മല എക്കോ ടൂറിസം, തെന്മല ഡാമും, അങ്ങനെ ഭയങ്കര പ്രകൃതി മനോഹരമായിട്ടൊരു സ്ഥലമുണ്ട് തെന്മല. നല്ല ഹയർ ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമാണ് തെന്മലയൊക്കെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പേരുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. ഈ 2 പേരുണ്ട്. ഫ്രണ്ടിലും ആൾക്കാരുണ്ടാവും. നമ്മൾ വണ്ടിയുടെ ഏറ്റവും മുമ്പിലല്ലേ ഉള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ കയറാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഏറ്റവും മുമ്പിലല്ലേ ഉള്ളത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പുറകിലത്തെ ആംബിയൻസ് നിങ്ങളുണ്ടോ, ഭയങ്കര ആംബിയൻസ് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ തെന്മല. പിന്നെ ഹയർ ആൾട്ടിറ്റ്യൂഡുള്ള റെയിൽവേ സ്റ്റേഷൻസ് മിക്കതും. അപ്പോൾ അതുകൊണ്ടില്ലേ ഇവിടെയും ഷെൽട്ടറുണ്ട്. ഷെൽട്ടറൊക്കെ കുറവാണ്. പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് ഭാഗം ഉള്ളൂ, അപ്പുറത്തൊക്കെ ചളിയാണ്. അപ്പോൾ കണ്ടില്ല, നമ്മൾ ജനറലിൽ കയറേണ്ട ആൾക്കാരെ മുമ്പോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആംബിയൻസ് നോക്കി, ഫ്രണ്ടിലോട്ടുള്ള ആംബിയൻസും പിന്നെ സൈഡിലെ വീടിൻ്റെ പുറകിലെ ഫ്രെയിമൊക്കെ കാണാം. അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം തെന്മലയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഭംഗി നോക്കി, ആ ഒരു ഫ്രെയിം നോക്കി നിങ്ങൾ. ഒയ്യോ കിടിലം ഫ്രെയിം, ആ വിഷ്വൽ ബ്യൂട്ടി, പ്രകൃതി മനോഹരമായ കാഴ്ചകൾ, ഒന്നും പറയാനില്ല. അടിപൊളി ഫ്രെയിം. ഇതുവരെയായിട്ടും വന്നപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് ഈ റൂട്ട് അടിപൊളിയാവട്ടെ, ഒന്നോടെ അടിപൊളിയാവുക. അപ്പോൾ നമ്മളിത് ആ റോഡിന് പാരലാട്ടോ പോകുന്ന കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. നമ്മൾ റോഡ് പോയി താഴ്ത്ത് വരും. അപ്പോൾ റോഡ് ചെയ്താണല്ലോ, ഇത് കൊല്ലം തെങ്കാശി റോഡാണ് ഇത് കാണുന്നത്. നല്ല അടിപൊളി മനോഹരം, നല്ല തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഓക്കെ പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഇപ്പോൾ ഒന്നോളം കോട കയറാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ. ആ മലനിരകളുടെ ഭംഗി നിങ്ങൾ നോക്കിയേ.
ഇപ്പം നമ്മളൊരു തുരങ്കത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തുരങ്കത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു തുരങ്കമാണ് കേട്ടോ. മൊത്തം ഇരുട്ടായി. ഇതുപോലെ 2 തുരങ്കം കൂടെ ഉണ്ട് ഈ റൂട്ടിൽ. ആ 2 തുരങ്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 13 കിണറ പാലം. ഇപ്പോൾ ഈ ഒരു തുരങ്കം നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റോഡിന് പാരലായിട്ടാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് നോക്കി നല്ല, നമ്മളിപ്പോൾ ഹയർ ആൾട്ടിറ്റ്യൂഡിലാണുള്ളത്. നല്ല പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക. അപ്പോൾ നോക്കി ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ റൂട്ടെല്ലാം അടിപൊളി വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ. അത് വേറൊരു വിഷ്വൽ ബ്യൂട്ടിയാണ്. നമ്മളിപ്പോൾ അടുത്ത തുരങ്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു തുരങ്കവും നമ്മൾ ഇതാ പിന്നിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കി പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക കേട്ടോ. മൺസൂണാണ് ഒന്നോളം ഭംഗി എന്നോളം കൂടി വരികയാണ്. എന്താ പറയുക, അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഈ റോട്ടിൽ. അങ്ങനെ നമ്മൾ 3ാമത്തെ തുരങ്കത്തിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ തുരക്കം പിന്നിട്ടാലാണ് ഞാൻ പറഞ്ഞ 13 കണ്ണറ പാലമുള്ളത്. അതിൽ അടിപൊളി ഫ്രെയിമിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നല്ല ഇരുട്ടായി തുരങ്കത്തിനകത്ത്. തുരങ്കം നമ്മളിതാ അതേ ക്രോസ് ചെയ്തിരിക്കുന്നു. കാണുന്നുണ്ട്. ഇപ്പം അല്പ നിമിഷങ്ങൾക്കുള്ളിൽ വരും. കാണുന്നതാണ് കേട്ടോ. അത് കാണുന്നതാണ് 13 കണ്ണറ പാലം. അടിപൊളിയില്ലേ നോക്കിയേ. ആ ഫ്രെയിം നോക്കി നിങ്ങൾ. അടിപൊളി മലനിരകളും ആ പാലവും എന്താ കല്ലടയാറുണ്ടോ അവിടെ ഒഴുകുന്ന. അപ്പോൾ അയ്യോ, വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ബ്യൂട്ടി, ഒന്നും പറയാനില്ല. കിടിലം ഫ്രെയിം, അടിപൊളി കാഴ്ചകൾ തന്നെ ഈ റൂട്ടിൽ. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ 13 കണ്ണറ പാലം. അത് റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആവും. അത് നോക്കിയെങ്കിൽ അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി കാഴ്ചകൾ. അപ്പോൾ അങ്ങോട്ട് നോക്കി നമ്മളിപ്പോൾ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്, ആര്യങ്കാവ് ലക്ഷ്യമാക്കി. ആ ഭാഗത്തേക്ക് നോക്കിയ മലനിരകളും താഴത്തെ റോഡും അടിപൊളി ഫ്രെയിമായിട്ട് ചെറിയ ടവറൊക്കെ നമുക്ക് കാണാം സൈഡിൽ. ഇപ്പോൾ ആ ഭാഗത്ത് നല്ല കോട കയറി വരുന്നുണ്ട്. മഴക്കാറും കോടയും ഒരുമിച്ചാട്ടോ കയറി വരുന്നത്. എന്തായാലും ഈ കാണുന്ന കൊല്ലം തെങ്കാശി റോഡ് തന്നെയാണ്. അപ്പോൾ അതവിടെ ഒരു ആനവണ്ടി ഇവിടെ കാണാം. അത് കൊല്ലത്തേക്ക് വന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ അതങ്ങൾ നോക്കിയാൽ ഫ്രെയിമിനാണ്. നമ്മൾ ഓരോ ഫ്രെയിം വയ്ക്കുമ്പോഴും ഓരോ കാഴ്ചകളാണ് ഈ റൂട്ടിൽ. അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ റൂട്ടിലേക്ക് വിഷ്വൽ ബ്യൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അതിനെ. നമ്മൾ നോക്കി ആ ഭാഗത്തേക്ക്, ഇപ്പോൾ ആ ഭാഗത്ത് നല്ല കോട കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സീനിക്കായിട്ടുള്ള കാഴ്ചകളാണ് ഈ റൂട്ടിൽ. കല്ലടയാറാണ് സൈഡിൽ കൂടെ ഒഴുകുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ കോട കയറി വന്നിട്ട് അടിപൊളി ഫ്രെയിമായിട്ട് നിങ്ങൾ നോക്കിയേ. ഇപ്പം നമ്മൾ എടപ്പാളയം എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റേഷൻ ഉണ്ട് ഈ റൂട്ടിൽ. അത് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബിൽഡിംഗ് കേട്ടോ. അങ്ങോട്ട് നോക്കി നിങ്ങൾ. അവിടെ 2 പേര് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ആംബിയൻസ് ഉണ്ട് എടുത്ത് പറയേണ്ടത്. അങ്ങോട്ട് നോക്കി നിങ്ങളിപ്പോൾ കാണിച്ചു തരാവേ. എന്താ ഒരു മലനിരകൾ നിങ്ങൾ കണ്ടോ അതിൻ്റെ പുറകിൽ. നല്ല സീനിക്കായിട്ട് നമുക്ക് പശ്ചിമഘട്ടം ഈ റൂട്ടിൽ നിന്ന് കാണാൻ പറ്റും. നല്ല കോടയുണ്ട് ആ ഭാഗത്തിപ്പോൾ. ആര്യങ്കാവ് എത്തുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സ്റ്റേഷനാണ് ന്യൂ ആര്യങ്കാവ്. അപ്പോൾ സ്റ്റേഷൻ്റെ ആംബിയൻസ് ഒക്കെ നിങ്ങൾ പുറകിലെ പശ്ചിമഘട്ടം നല്ല രീതിയിൽ ഇവിടുന്ന് വിസിബിൾ ആവും കേട്ടോ. എടപ്പാളയത്തിനേക്കാളും കൂടി വിസിബിൾ ആവുന്ന ന്യൂ ആര്യങ്കാവിൽ നിന്നാണ്. ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ. നോക്കിയേ, നല്ല കോട കയറുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ആ ബിൽഡിങ്ങും ഞാനിപ്പോൾ ഒരു ഫ്രെയിം കാണിച്ചു തരാം. ആ ബിൽഡിങ്ങിൻ്റെ പുറകിലെ മലനിരകളും കോട ആ ഫ്രെയിം നിങ്ങൾ കണ്ടോ. ഔഫ്, കീട്ടിലം വിഷ്വൽ ബ്യൂട്ടി, ഒന്നും പറയാനില്ല കേട്ടോ. കീട്ടിലം കാഴ്ചകളാണ്, കീട്ടിലം ഫ്രെയിമായിരുന്നു അത്. അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ ഫ്രെയിമുകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും കേട്ടോ. ഈ എന്ത് പറയാനാണുള്ള കീട്ടിലം ഭംഗി ഈ റൂട്ടിൽ. ആ മലനിരകളുടെ ഇടയിലേക്ക് നമ്മളിങ്ങനെ ആര്യങ്കാവ് ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ.
അങ്ങനെ ഈ റൂട്ടിലെ കേരളത്തിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ ആര്യങ്കാവിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ കയറാനായിട്ട്. സ്റ്റേഷൻ്റെ വെളിയിൽ നല്ല മരങ്ങളുണ്ട്, നല്ല തണുപ്പുണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ എന്തായാലേ നല്ല ഭംഗിയുള്ള സ്റ്റേഷനുണ്ട് ഈ ആര്യങ്കാവ്. ആ കാഴ്ച ഉണ്ടോ നിങ്ങൾ? മലനിരകളും ആ സ്റ്റേഷനും നമ്മുടെ ട്രെയിനും ആ ഫ്രെയിമൊക്കെ നിങ്ങൾ അടിപൊളി അടിപൊളി ഫ്രെയിം. അപ്പോൾ ആ സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിങ് വരുന്നത് അവിടെയാണ് കേട്ടോ. നമ്മുടെ കോച്ച് മിക്കവാറും വീഡിയോ ആയിരിക്കും ട്രെയിൻ നിർത്തുന്നുണ്ടാവുക. പ്ലാറ്റ്ഫോമിൻ്റെ വീടില്ലേ, ചെറിയ പ്ലാറ്റ്ഫോമാണല്ലോ അവിടെ. അപ്പോൾ ആൾക്കാരൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ മലനിരകളുടെ ഭംഗിയുണ്ടോ നിങ്ങൾ? ആ സ്റ്റേഷനും ഓഫ് കിടു ഫ്രെയിം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാൻ പോകണ്ടോ? അത് കണ്ടില്ലേ, പ്ലാറ്റ്ഫോമിൻ്റെ വെളിയിലേക്ക് കണ്ട് നമ്മുടെ കോച്ച് ചവിട്ടും. ഫ്രണ്ടിലാണല്ലോ ഉള്ളത്. അപ്പോൾ ആൾക്കാരങ്ങനെ നടന്ന് വരുന്നുണ്ട് കയറാനായിട്ട്, ജനറൽ കയറാനായിട്ട്. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റ് ആ സ്റ്റോപ്പുള്ളത്. ആ റോഡ് സൈഡിൽ വലിയൊരു ആൽമരം നമുക്ക് കാണാം കേട്ടോ. അടിപൊളി കാഴ്ചയാണത്. 1 മിനിറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്കൂടെ സ്റ്റോപ്പ്. 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞ് ടണലുണ്ട്. ടണൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കയറുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം കയറ്റമായിരുന്നു, ഇനി അങ്ങോട്ടേക്ക് ഇറക്കമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡ് സെക്ഷൻ പയ്യെ പയ്യെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അത് നോക്കി അടിപൊളിയല്ലേ, ഒരു ഭംഗി നോക്കി നിങ്ങൾ മലനിരകളുടെ. നമ്മൾ ആ കാണുന്ന തമിഴ്നാടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ റൂട്ടിൽ ഇനി ഇപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു തുരങ്കം വരും. ആ തുരങ്കം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കയറുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ തുരങ്കമുണ്ട് ഈ കാണുന്നത്. ഈ തുരങ്കം കഴിഞ്ഞാൽ ഈ തുരങ്കമാണ് കേരള തമിഴ്നാട് ബോർഡർ. ഇപ്പം നമ്മൾ തുരങ്കത്തിൽ കയറിയിരിക്കേണ്ടത്. ഈ തുരങ്കം കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു തുരങ്കമാണിത്. നമ്മളെ തുരങ്കം എന്താ പിന്നിടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കണം കേട്ടോ. തമിഴ്നാട്ടിൽ കയറിയിട്ടും പച്ചപ്പിനൊരു കുറവില്ല. സൈഡിൽ നല്ല പച്ച പതച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ഗാർഡ് സെക്ഷനെ പയ്യെ പയ്യെ ഇറങ്ങിപ്പോവാണ്. ഞങ്ങൾക്ക് നല്ല താഴ്ച കണ്ടിട്ട് വന്നിട്ടും എന്ത് ഭംഗിയല്ലേ ഈ റൂട്ടൊക്കെ കാണാനായിട്ട്. ദൂരെ കാണുന്ന പശ്ചിമഘട്ടമാണ് കാണുന്നത്. നമ്മളെ തമിഴ്നാടിൻ്റെ തനത് ഭംഗിയത് ഇങ്ങനെ പയ്യെ പയ്യെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കവുങ്ങോട്ടം കാണാം അവിടെ. അതിൻ്റെ ബാക്കിലെ മലനിരകളിലെ മഴ മൂടിയ അന്തരീക്ഷം, ആ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗി നമ്മൾ മൺസൂണിൽ തന്നെ നമ്മൾ കണ്ടറിയണം. അത്ര ഭംഗിയായി കാണാനായിട്ട്. ഇതിന് നല്ല ഫ്രെയിമുകൾ കണ്ടില്ലേ, നമുക്ക് നല്ല നല്ല ഫ്രെയിമുകൾ കിട്ടും. അടിപൊളി കാഴ്ചകളായിരുന്നു. മൺസൂണിൽ തന്നെ ഈ റൂട്ട് വെസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്താ പറയുക, ഒരു രക്ഷയില്ല. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ വരമ്പുകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ആ പുറകിലത്തെ ആ ഒരു മരങ്ങളും അതിൻ്റെ ബാക്കിലത്തെ മലനിരകളും മഴ മൂടി കിട്ടിയ അന്തരീക്ഷം. അവിടെ കോടയുണ്ടോ മലനിരകളുടെ ഭാഗത്ത്. നല്ല അടിപൊളി ഫ്രെയിമാണ് അത്. ഇവിടെ ഒരു കനാലും ഉണ്ട് കേട്ടോ. അതൊരു തോട് വലിയൊരു സംഭവം ഉണ്ട് ഇവിടെ. ആ ഭാഗത്ത് നല്ല നെൽപ്പാടങ്ങളുണ്ട്, തെങ്ങൊക്കെ ഉണ്ടല്ലേ, അടിപൊളി. പുറകിൽ മലനിരകളുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ട്രെയിനിപ്പോൾ പയ്യെ പയ്യായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഭഗവതിപുരം സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അവിടെ സ്റ്റോപ്പൊന്നുമില്ല, പയ്യെ സ്കിപ്പ് ചെയ്ത് പോകും. എന്താണെന്നറിയില്ല, 5 മിനിറ്റ് അവിടെ പിടിച്ചിട്ടിട്ട്. എന്താണോ ആർക്കറിയാം എന്തൊക്കെ കാരണമെന്ന്.
അങ്ങനെ നമ്മൾ ഭഗവതിപുരം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. അവിടെ നിന്നൊരു പുള്ളി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, ആർക്കറിയാം എന്താണെന്ന്. ഇതാണ് ഭഗവതിപുരം സ്റ്റേഷൻ. ഡെവലപ്മെൻ്റ് ആയതാണ്. നേരത്തെ നല്ല അടിപൊളി സ്റ്റേഷനായിരുന്നു. പക്ഷെ ബാക്കിലത്തെ ആംബിയൻസിനൊരു കുറവില്ല. ഇപ്പോൾ നോക്കിയാൽ മലനിരകളുണ്ടോ, ഇവിടുന്ന് നല്ല രീതിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ വ്യൂ നല്ല രീതിയിൽ കിട്ടും. സ്റ്റേഷൻ്റെ ബിൽഡിങ് വരുന്നത് ഇതാണ് കേട്ടോ. നേരത്തെ ഈ കൊല്ലം ചെങ്കോട്ടை റൂട്ട് ഫുള്ള് ഡീസലായിരുന്നു. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ കണ്ട് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റ് വന്നിട്ട് മരങ്ങളൊക്കെ വെട്ടിമുറിച്ചു. അതങ്ങനെയാണല്ലോ, വികസനം വരുമ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതിയെ നശിപ്പിച്ചു. അങ്ങനെയാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ബാക്കിലത്തെ ആംബിയൻസിന് ഇപ്പോഴും ഒരു കുറവില്ല സ്റ്റേഷൻ്റെ. ഈ സ്റ്റേഷൻ പിന്നിട്ട് ഉടനെ അടിപൊളി ഫ്രെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി നിങ്ങൾ, നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പും പുറകിലെ മലനിരകളും ആ ഒരു അന്തരീക്ഷം, അടിപൊളി ഫ്രെയിം. പലതും അടിപൊളി ഫ്രെയിമുകൾ നമ്മൾ ഈ റൂട്ടിൽ കണ്ടു കേട്ടോ. അടിപൊളി കാഴ്ചകളാണ് നമ്മുടെ റൂട്ട് നമുക്ക് സമ്മാനിക്കുക. തിരിച്ചു പോകാനായിട്ട് ഞാൻ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. അത് ചെങ്കോട്ട എത്താറായിട്ടുണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. എന്താല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള എന്താ പറയുക, ഇപ്പോൾ നിലവിൽ ഏറ്റവും കിടൽ റൂട്ടാണ് ഈ കൊല്ലം ചെങ്കോട്ട റൂട്ട്. നേരത്തെ ഷോറൂം നിലമ്പുറമായിരുന്നു, അത് മരങ്ങളൊക്കെ വെട്ടി ആകലപ്പായി. ഇപ്പോൾ കൊല്ലം ചെങ്കോട്ട റൂട്ടാണ് ഏറ്റവും ബെസ്റ്റ് റൂട്ട്. അത് മൺസൂണിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. അടിപൊളി കാഴ്ചകളായിരിക്കും. നമ്മളിപ്പോൾ ചെങ്കോട്ട എത്താറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ എത്തും. ആംബിയൻസും ഒക്കെ ഈ ആംബിയൻസിനും പ്രകൃതി ഭംഗിക്കും ഒരു കുറവും വരാത്ത റൂട്ടാണ് കൊല്ലം ചെങ്കോട്ടை റൂട്ട്. അടിപൊളി കാഴ്ചകൾ നമുക്ക് ഈ റൂട്ട് സമ്മാനിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ ഭാഗത്ത് സ്റ്റെപ്പ് കൾട്ടിവേഷനാണ്, എന്താ കൃഷിയെന്നറിയില്ല. പക്ഷെ നല്ല വ്യൂ ആണ് ഈ ഭാഗത്ത് നിന്ന്. നല്ല ഫ്രെയിമാണ്. നോക്കി ഞങ്ങൾ അങ്ങനെ കൃത്യം 3 മണിക്ക് തന്നെ ഓൺ ടൈമിൽ നമ്മൾ ചെങ്കോട്ട എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു WAP7 ലോക്ക് കാണാം. അത് ഏത് ഷെഡിൻ്റെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. ഇത് റോയലും ഷെഡിൻ്റെ 37600 നമ്പർ ലോക്കമാണത്. ചെങ്കോട്ടை ബാക്കിലൊന്നും ആരുമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മളേറ്റവും ഫ്രണ്ടിലല്ലേ ട്രെയിനിൻ്റെ ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും കയറാൻ ആരുമില്ല. നല്ല പച്ചപ്പുള്ളൊരു സ്റ്റേഷനാണ് ഈ ചെങ്കോട്ടை. നോക്കിയാൽ നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട്. തീരെ ചൂടോ കാര്യങ്ങളോ തരാം. നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. എന്ത് ഭംഗിയല്ലേ സ്റ്റേഷൻ കാണാനായിട്ട്. അപ്പോൾ ആ ഭാഗത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ കയറാനായിട്ട്. ഇവിടുന്ന് ഇവിടെ ബാക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാങ്കറൊക്കെ റിലീസ് ചെയ്യും കേട്ടോ. ഇവിടുന്ന് നമ്മുടെ വണ്ടി എന്തായാലും ഫുള്ളാവും, ഉറപ്പാണ്. സ്ലീപ്പറും ജനറലും AC എല്ലാം ഫുള്ളാവും. അപ്പോൾ അത് ആ ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. നല്ല പൂരത്തിൻ്റെ ആടുണ്ട് അവിടെ. മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുക്കണം. അതിനോട് 20 മിനിറ്റ് സ്റ്റോപ്പുണ്ട് കേട്ടോ. കാരണം അതിനോട് ഇവിടുന്ന് ബാങ്കർ അറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് അതിനോട് 20 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ വെളിയിൽ പോയി നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ ചെങ്കോട്ടை റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകളാണിത്. അത്യാവശ്യം ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ റൂട്ടിലെ. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കണം ഇനി. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ കൊല്ലം ചെങ്കോട്ട റൂട്ടിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നിങ്ങൾ മൺസൂണിൽ തന്നെ പറ്റുമെങ്കിൽ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെങ്കോട്ടയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.